വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശിചക്രത്തിലെ 15ാമത്തെ നക്ഷത്രമായിട്ടുള്ള ചോതി നക്ഷത്രം, സ്വാതി എന്ന സംസ്കൃത നാമം. ഈ ചോതി നക്ഷത്ര ജാതകർക്ക് പൊതുവെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഗുണദോഷവശങ്ങളെക്കുറിച്ചും ഈ ചോതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പൊതുവെ അവർ അനുഭവിക്കുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചും ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ആ നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ ഗ്രഹത്തിനെയാണ്, ഏതൊക്കെ ദേവതയാണ് അവർ പൊതുവെ ആരാധിക്കേണ്ടത് അവരുടെ ഗുണത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. രാശിചക്രത്തിലെ 15ാമത്തെ നക്ഷത്രമാണ് ചോതി. ഈ നക്ഷത്രത്തിനെ കുറിച്ച് പൊതുവെ പറയുന്നു എന്നുണ്ടെങ്കിൽ സ്വാതി എന്നാണ് എൻ്റെ സംസ്കൃത നാമം. നക്ഷത്രാധിപതി രാഹുവാണ്. ഇത് ശുക്രൻ്റെ രാശിയായിട്ടുള്ള തുലാൻ രാശിയിലാണ് ഈ നക്ഷത്രം ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ രാശ്യാധിപതി ശുക്രനാണ്. പൊതുവെ രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഫലങ്ങൾ ഇടചേർന്ന് അനുഭവിക്കുന്ന വ്യക്തികളാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ. ഈ നക്ഷത്രത്തിൻ്റെ ദേവത വായുവാണ് നക്ഷത്ര ദേവത. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഹനുമാനെയൊക്കെ ഭജിക്കുന്നത് അവർക്ക് നല്ലതാണ്. വായുപുത്രനാണ് ഹനുമാൻ, വായുവാണ് ദേവത എന്നുള്ളത് കൊണ്ട് വായുപുത്രനായ ഹനുമാനെ സ്ഥിരമായി ഭജിക്കുന്നത് എപ്പോഴും ഒരു ഉയർച്ച നൽകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ചോദിക്കുക. ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ, നക്ഷത്ര ജാതകരുടെ പൊതുവായ സ്വഭാവ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനുഷിക പ്രശ്നങ്ങളെ വളരെ താല്പര്യത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. അതുപോലെ പൊതുകാര്യങ്ങളിൽ ഇടപെടും, അന്യരുടെ കാര്യങ്ങളിൽ വലിയ താല്പര്യത്തിൽ ഇടപെടും, അത് പരിഹരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി, അവരുടെ ഇംഗിതം മനസ്സിലാക്കി, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുമായി ചേർന്ന് നിന്ന് ആ വിഷയത്തെ പരിഹരിക്കാനും അവരെ സഹായിക്കുവാനുള്ളൊരു വിശാലമായ മനസ്ഥിതിയുള്ളവരാണ് പൊതുവെ ചോതി നക്ഷത്രം ജനിച്ച വ്യക്തികൾ. അതുപോലെ സ്വന്തം കാര്യത്തിന് യാതൊരു താല്പര്യം കാണത്തില്ല. സ്വന്തം ജീവിതം, സ്വന്തം ധനം, സ്വന്തം കുടുംബം, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടാണ് അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. പ്രവർത്തികളൊരു വിശ്വസ്തത, ഏത് കാര്യത്തിൽ ഇടപെട്ടാലും 100% ആത്മാർത്ഥമായിട്ടും ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരും. അതുപോലെ അവർ നീതിന്യായ പ്രിയരായിരിക്കും. ഏത് കാര്യത്തിനും ന്യായം പറയും. ഏത് കാര്യത്തിൻ്റെയും ന്യായാന്യായ വിഷയങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ന്യായത്തിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുന്നവരായിരിക്കും ചോതി നക്ഷത്രക്കാർ. ഈ ചോതി നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയായ തുലാൻ രാശിയിൽ ഉൾപ്പെടുന്നതാണ്. ഈ തുലാൻ രാശികളുടെ തന്നെ സിമ്പൽ, ചിഹ്നം ത്രാസാണ്. ആ ത്രാസിന് പറഞ്ഞ കുറേ ഗുണങ്ങളുണ്ട്. തുല്യത, നീതി, ന്യായം, ഇതൊക്കെയാണ് ത്രാസിന് പറയുന്നത്. അത് ഇവരുടെ സ്വഭാവത്തിലും തീർത്തും ഉണ്ടായിരിക്കും. കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് പെരുമാറും. ദീർഘദർശികളായിരിക്കും എന്നർത്ഥം. ഏത് വിഷയത്തിലും അവനവൻ്റെ അഭിപ്രായങ്ങൾ പറയും എന്നല്ല, യുക്തിപൂർവം പറഞ്ഞ് അത് സ്ഥാപിക്കും. ആ ഒരു നൈപുണ്യമുള്ളവരാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. അതുപോലെ ഈ ചോതി നക്ഷത്രം ശുക്രന്റെ രാശിയിലാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടുതലായും കണ്ടിട്ടുള്ളത് അവർ സംഗീത കാര്യത്തിൽ, സാഹിത്യ കാര്യത്തിൽ, നടന കാര്യത്തിൽ, ചിത്രകലാകാര്യത്തിൽ, ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലയിൽ ഒക്കെ തന്നെ ശോഭിക്കുന്നവരാണ്. പൊതുവെ ഭൂരിപക്ഷം ചോതി നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. സാഹിത്യപരമായിട്ടോ സംഗീതപരമായിട്ടോ എന്തെങ്കിലും ഒരു കഴിവുള്ള വ്യക്തികളായിരിക്കും ഈ ചോതി നക്ഷത്രം ജനിച്ച വ്യക്തി. മറ്റുള്ളവരെ സഹായിക്കേണ്ട വിശാല മനസ്ഥിതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ പിണങ്ങും. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ മറ്റുള്ളവരുമായിട്ട് തർക്കിക്കും. തനിക്ക് മനസ്സിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ പ്രതികരിക്കും. മനസ്സിന് കട്ടി കുറവാണ് എന്നതിനേക്കാൾ ഉപരി താൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് അത് അതുപോലെ ലഭിക്കണം എന്നുള്ളൊരു മനസ്ഥിതി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഭാഗത്ത് അങ്ങനെ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ആ ഒരു കുഞ്ഞു കാര്യം പോലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്യും. പിന്നെ മറ്റൊന്ന്, പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണിവർ. അതുപോലെ ആ ദേഷ്യം മാറിപ്പോവുകയും ചെയ്യും. പെട്ടെന്ന് തണുക്കുന്നവരാണെന്ന് കൂട്ടിയേക്കണം. പൊതുവെ ഇവർക്കാണ് സ്ത്രീകളോട് തുറന്ന് പെരുമാറും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം വീഴ്ച ഉണ്ടാകാൻ സാധ്യത ഉള്ളവരാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. സൂക്ഷിക്കുക. നിർബന്ധ ബുദ്ധി ഉള്ളവരാണ് എന്നാൽ പോലും സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ത്രാസാണ് ഈ ചോതി നക്ഷത്രം ഉൾക്കൊള്ളുന്ന തുലാൻ രാശിയുടെ സിമ്പൽ. അതുകൊണ്ട് തന്നെ വരും വരായികളെ താരതമ്യപ്പെടുത്തി ആയിരിക്കാം അവർ ജീവിക്കുന്നതും ഏത് കാര്യത്തിലും അഭിപ്രായം പറയുന്നതും സ്പഷ്ടമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതും. സമനില കൈവിടാതെ എത്ര ദുർഘടമായ പ്രതിസന്ധികളെയും തരണം ചെയ്യും. തുലാൻ രാശിയിൽ ഉൾപ്പെടുന്ന ഈ ചോതി നക്ഷത്രത്തിൻ്റെ അഷ്ടമ രാശി എന്ന് പറയുന്നതും
ശുക്രൻ്റെ തന്നെ രാശിയാണ് ഇടവം. അതുകൊണ്ട് തന്നെ അവനവൻ്റെ വീഴ്ചയ്ക്കും അവനവൻ്റെ താഴ്ചയ്ക്കും അവനവൻ്റെ പരാജയത്തിനും മൂലകാരണം തൻ്റെ തന്നെ വാക്കും പ്രവൃത്തിയും തന്നെ ആയിരിക്കും. അവരവരുടെ പ്രവൃത്തി തന്നെ അവർക്ക് ദോഷമായിട്ട് വരും, സൂക്ഷിക്കുക. ചോതി നക്ഷത്രക്കാർക്ക് അവരുടെ തന്നെ പ്രവൃത്തികൾ, അവരുടെ തന്നെ ചിന്തകൾ, അവരുടെ തന്നെ വാക്കുകൾ അവർക്ക് തിരിച്ചടിയായിട്ട് വരും, സൂക്ഷിക്കുക. തുലാം രാശി ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നതിന് കൂടുതൽ യോഗപ്പെട്ടവരായിരിക്കും. വ്യാപാര വിഷയങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. വ്യാപാര കാര്യത്തിൽ ശോഭിക്കുന്നവരായിരിക്കും. എപ്പോഴും സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. ചരരാശിയാണ് കർമ്മഭാവവും. കർക്കിടകരാശിയാണ് കർമ്മഭാവമായിട്ടുള്ളത്. ഇത് രണ്ടും ചരരാശിയാണ്. അതുകൊണ്ട് എപ്പോഴും സഞ്ചരിക്കാൻ ഇഷ്ടമുള്ള, സ്ഥിരമായിവിടെ തിരിക്കാൻ താല്പര്യമില്ലാത്ത സ്വഭാവക്കാരായിരിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഇനി ഈ നക്ഷത്ര ജാതർ ദശാകാലത്തും എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത, ഏതൊക്കെ ദേവതയാണ് ആരാധിക്കേണ്ടതെന്ന് നോക്കിയാൽ, രാഹുവിൻ്റെ ദശയിലാണ് ഇവർ ജനിക്കുന്നത്. 18 വർഷമാണ് രാഹുവിന് പറഞ്ഞിട്ടുള്ളത്. അർദ്ധാംശം വെച്ച് കൂട്ടിയാൽ അവർക്ക് 18 വർഷം തന്നെ കിട്ടണമെന്നില്ല. പൊതുവെ ഒരു 7 വർഷം അല്ലെങ്കിൽ 8 വയസ്സ് വരെ, 7-8 വയസ്സ് വരെ മാത്രമേ രാഹുദശ കാണുന്നുള്ളൂ പൊതുവെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും കാലം കുട്ടി ജനിച്ച് ചോദ്യ നാളാണ് എന്നുണ്ടെങ്കിൽ 7-8 വയസ്സ് വരെയും സ്ഥിരമായി ചെയ്യേണ്ട സർപ്പപൂജ ചെയ്യുക, സർപ്പത്തിനെ ആരാധിക്കുക. അതുപോലെ ദുർഗാഭഗവതിയെയും ആരാധിക്കുക. അതുപോലെ മൃത്യുഞ്ജയ ശിവനെയും ആരാധിക്കുക. 3 വയസ്സ് വരെ എന്തായാലും ബാലാരിഷ്ടത കാണും. മൃത്യുഞ്ജയ ഹോമാദി കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം സർപ്പപൂജ ചെയ്യുക. മാസം തോറും മഹാക്ഷേത്ര ദർശനം, സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ദുർഗാഭഗവതിയും സ്ഥിരമായിട്ട് ആരാധിക്കുക. ദുർഗാഭഗവതിയെ ആരാധിക്കാൻ പറഞ്ഞത് ശുക്രൻ പറഞ്ഞ മഹാലക്ഷ്മി, ദുർഗ തുടങ്ങിയ ദേവതകളിൽ ദുർഗയെ ആരാധിക്കുന്നത് അരിഷ്ടതാകാലത്തിന് നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിന് ശേഷമുള്ള കാലഘട്ടം 7-8 വയസ്സിന് ശേഷമുള്ള ഏകദേശം 16 വർഷത്തോളം 23-24 വയസ്സ് വരെയും അവർ വ്യാഴദശയാണ് അനുഭവിക്കുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് വ്യാഴം പൂർണ്ണമായിട്ട് അനുകൂലമല്ല. 3ഉം 6ഉം ഭാവാധിപതിയാണ്. ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ സമയത്ത് സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണങ്ങളൊന്നും കുറഞ്ഞിരിക്കും. രോഹാദി ദുരിതങ്ങൾ വരും. മനഃപൂർവ്വമായ അലസതയും കാര്യമൊക്കെ വരാം. അത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വിഷ്ണുവിനെയും കൃഷ്ണനെയും ആരാധിക്കേണ്ടതാണ്. വിദ്യാകാര്യത്തിന് വേണ്ടി വിഷ്ണുവിനെയും കൃഷ്ണനെയും ആരാധിക്കുക. വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ടുള്ള അർച്ചന വിശേഷമായിട്ട് വിഷ്ണുവിനോ കൃഷ്ണനോ ചെയ്യുന്നത് വിദ്യയ്ക്ക് ഏറ്റവും നല്ലതാണ് അവരെ സംബന്ധിച്ച്. അതുപോലെ ധന്വന്തരി മന്ത്രാർച്ചനയും സ്ഥിരമായിട്ട് ചെയ്യുക. ശേഷമുള്ള 19 വർഷം ശനിദശ ചോദ്യനാളുകാർക്ക് 23 വയസ്സിന് ശേഷമുള്ള 19 വർഷത്തോളം, 23-24 വയസ്സിന് ശേഷം 42-43 വയസ്സ് വരെയും അവർ അനുഭവിക്കുന്ന ശനിദശാകാലമാണ്. ആ ശനി ചോദ്യനാളിന് അല്പസ്വല്പമൊക്കെ അനുഭവത്തിൽ ഗുണമായിട്ടാണ് കണ്ടുവരുന്നത്. തുലാലഗ്നക്കാർക്ക് യോഗകാരകനാണ് ശനി. ആ ശനിയെ കൊണ്ട് ഗുണമാണ് വരേണ്ടത്. 4ഉം 5ഉം ഭാവാധിപതിയാണ്. സുഹൃത്തുക്കള്, മാതാവ്, കുടുംബം, വീട്, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ കിട്ടേണ്ടത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ സ്ഥിരമായി ശിവനെ ആരാധിക്കേണ്ടതാണ്. മാത്രമല്ല ശാസ്താവിനെയും, ഭാര്യാസമേതനായ ശാസ്താവിനെ ആരാധിക്കുക. അപ്പം അച്ചൻകോവിൽ തുടങ്ങിയുള്ള ക്ഷേത്രങ്ങൾ പൂർണ്ണാപുഷ്കലാസമേതനായ ശാസ്താവാണ്. അച്ചൻകോവിൽ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ശാസ്താവിൻ്റെ സങ്കല്പം പൂർണ്ണാപുഷ്കലാസമേതനായ ഭാര്യാസമേതനായ കുടുംബസ്ഥനായ ശാസ്താവാണ്. ഇങ്ങനെയുള്ള ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ദർശനം നടത്തി ആരാധിക്കുന്നതും തുടർന്ന് കുടുംബസൗഖ്യതയ്ക്ക് നല്ലതാണ്. ശിവനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നത് പദവി സ്ഥാനത്തിന്, പ്രജ്ഞാമേധ പ്രതിഭ, വേഗശക്തി, പുരാതനം, പുണ്യം, മന്ത്രം, അമാത്യത്തനൂജ എന്ന് പറഞ്ഞ 5ആം ഭാവാധിപതി. അവർക്ക് സ്ഥാനമാനങ്ങളും ബുദ്ധിശക്തിയും വൈഭവവും ഒക്കെ നൽകേണ്ടത് ശനിയെ കൊണ്ടാണ്. ആ ശനിക്ക് പറഞ്ഞ ദേവത ശിവനും ശാസ്താവും ഒക്കെയാണ്. ആ പറഞ്ഞിരിക്കുന്ന ശിവനെ ആരാധിക്കുന്നതുകൊണ്ട് നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുക, കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകുക, കർമ്മരംഗത്ത് സ്ഥിരത വരിക, കർമ്മത്തിൽ നിന്ന് നല്ല ധനം ലഭിക്കുക. അതുപോലെ 5ആം ഭാവാധിപതി തുലാം രാശിക്ക് 5ആം ഭാവാധിപതിയാണ് ശനി. ആ ശനിയുടെ ദശയാണ് നടക്കുന്നത്. അത് സന്താന വിഷയങ്ങൾക്കും നല്ലതാണ്. സൽസന്താന പ്രാപ്തിക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും അവർ ശിവനെ സ്ഥിരമായി ഭജിക്കുന്നത് ഗുണം നൽകും. അതിനുശേഷം 42-43 വയസ്സിന് ശേഷമുള്ള 17 വർഷം ബുധന്റെ ദശയാണ്. ബുധനവർക്ക് അനുകൂലമാണ്. കൃഷ്ണനെ ആരാധിക്കുക, സ്ഥിരമായിട്ട് കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക, ബുധനാഴ്ച ദിവസം കൃഷ്ണപ്രീതി വരുത്തുക. ഇതൊക്കെ അവർക്ക് ഏറ്റവും നല്ലതായിട്ട് തന്നെ വരും. അതിനുശേഷമുള്ള 7 വർഷത്തോളം 60 വയസ്സിന് ശേഷമുള്ള 7 വർഷം കേതു ദശയാണ്. അത്ര അനുകൂലമായിരിക്കില്ല. ചൊവ്വനാൾ കേതു ശാരീരിക വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാവാം. ആ കാലഘട്ടത്തിൽ കേതു ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കേതുവിന് വിശേഷമായ വഴിപാടും കാര്യങ്ങളും നടത്തി കേതുവിനെ പ്രീതിപ്പെടുത്തുക. ശേഷമുള്ള 20 വർഷത്തോളം ഏകദേശം
60 വയസ്സിന് മേലുള്ള 20 വർഷത്തോളം ഇവർ അനുഭവിക്കുന്ന ശുക്രന്റെ ദശയാണ്. ജാതകത്തിൽ ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് ഗണപതിയെയോ ദുർഗയെയോ ഒക്കെ ആരാധിക്കുന്നത് പൊതുവെയുള്ള ഉയർച്ചയ്ക്ക് നല്ലതാണ്. ഏത് ഗ്രഹത്തെയാണ് എല്ലാ കാലവും അവർ ആരാധിക്കേണ്ടത്? ഏത് ഗ്രഹത്തെയാണ് പൂർണ്ണമായിട്ടും എല്ലാ കാലവും അവർ ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ 2 പേരെയാണ്. ഒന്ന്, അവരുടെ രാശിയുടെ അധിപനായിട്ടുള്ള തുലാരാശിയിലാണ്, ആ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രനെ എല്ലാ കാലവും ആരാധിക്കുക. ശുക്രഗ്രഹത്തിന് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി ശുക്രഗ്രഹത്തിന് വിശേഷമായ വഴിപാടും കാര്യങ്ങളും നടത്തി വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നതും, അതുപോലെ അവരുടെ നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള രാഹു ഗ്രഹത്തിനെ വിശേഷമായിട്ട് ആരാധിക്കുന്നതും എല്ലാ കാലവും ഉയർച്ചയും ധനവും മനസ്സമാധാനവും ലഭിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആരാധനാ സമ്പ്രദായമാണ്. ഈ നാളിൽ ജനിച്ച വ്യക്തികൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തേണ്ട നക്ഷത്ര ജാതരുണ്ട്. അത് അവർ ജനിച്ച 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണ്. ചോദ്യനാളിൻ്റെ മുന്നാളായിട്ടുള്ള 3-ാമത്തെ നാളായിട്ടുള്ള അനിഴം നാള്, 5-ാം നാളായിട്ടുള്ള മൂലം നാള്, 7-ാം നാളായിട്ടുള്ള ഉത്രാടം നാള്. അങ്ങനെ അനിഴം, മൂലം, ഉത്രാടം അവർ ജനിച്ചതിൻ്റെ 3-ാമത്തെ 5-ാമത്തെ 7-ാമത്തെ നാളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട്, സൗഹൃദം, കൊടുക്കൽ വാങ്ങൽ, സ്ത്രീകളാണെങ്കിൽ ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ വിവാഹം, ഇവയെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ്. അവരുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദങ്ങളിൽ നിന്ന് ദോഷവശം മാത്രമേ അനുഭവത്തിൽ വരൂ, വീഴ്ചകൾ മാത്രമേ വരൂ. ഇവരുമായിട്ട് സൗഹൃദം പരമാവധി ഒഴിവാക്കുക. വിവാഹ വിഷയത്തിൽ പുരുഷന്മാർക്ക് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും അവർ ജനിച്ച നക്ഷത്രത്തിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കണമെന്ന് നിർബന്ധമായിട്ട് ജ്യോതിഷത്തിൽ പറയുന്നില്ല. ജാതക വിഷയം ചിന്തിച്ച് മാത്രം ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതാണ്. ചോദ്യനാളുമായി ബന്ധപ്പെട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വിഷയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തി ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.